അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എങ്ങനെയുണ്ട്? എല്ലാവരും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ ക്ലാസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഒന്നുകൂടി പറയാനുള്ള അതാണ്, പല തവണയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്തോ അത്ര നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകും ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക്. അതുകൊണ്ട് ഒരിക്കലും അത് മിസ്സാക്കാതെ പ്രാക്ടീസ് ചെയ്യണം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരമാവധി ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും പോവുകയും ചെയ്യാം. ഇത് ഇന്ന് വളരെ ലളിതമായ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ഐ ക്യാൻ സ്പീക്ക് അറബിക് എന്നുള്ള രൂപത്തിലുള്ള എനിക്ക് അറബി സംസാരിക്കാൻ കഴിയും എന്നുള്ള രൂപത്തിലുള്ള എനിക്ക് സംസാരിക്കാൻ കഴിയും, എനിക്ക് കഴിയും എന്ന് പറയാനുള്ള പാഠമായിരുന്നുവെങ്കിൽ ഇന്നതിൽ നിന്ന് വളരെ ചെറിയൊരു വേരിയേഷനുള്ള മറ്റൊരു വളരെ ലളിതമായ പാഠമാണ്. വളരെ നിഷ്പ്രയാസം പഠിക്കാൻ കഴിയും. പക്ഷേ പ്രാക്ടീസ് ചെയ്തത് ഉറപ്പിക്കണം. പരമാവധി എണ്ണം കൂടുതൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇന്നലത്തെ പാഠത്തിൻ്റെ ഓർഡർ മാത്രം ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇന്നലത്തെ പാഠത്തിൽ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ ആയിരുന്നു നമുക്ക് പറയേണ്ടിയിരുന്നത്. ഫസ്റ്റ് ഉദാഹരണത്തിന് ഐ അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഇതൊക്കെ വെച്ച് തുടങ്ങിയിരുന്നു നമ്മൾ. അതായത് സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് വർബ് എന്നുള്ളതായിരുന്നു ഇന്നലത്തേതിൻ്റെ ക്രമം. എന്നാൽ ഇന്നത്തെ പാഠത്തിൻ്റെ ക്രമം ഇതൊന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്യാനാണ് ഉപയോഗിക്കേണ്ടത്, നടുവിലാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത്, മൂന്നാമത് വർബ് കൊടുക്കുകയും ചെയ്യാം, നാലാമത് ആവശ്യാനുസരണം നമുക്ക് ഓരോ വാക്കുകളെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ അർത്ഥം മാറും. അതിനുള്ളൊരു സെൻറ്റൻസ് നാം മുകളിൽ എഴുതിയത്, ക്യാൻ യു സ്പീക്ക് അറബിക്, നിനക്ക് അറബി സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് തമിഴ്, നിനക്ക് തമിഴ് സംസാരിക്കാൻ കഴിയുമോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്നലത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ ക്യാൻ എന്നതിനെ മാത്രം ആദ്യം വെച്ചിട്ടുണ്ട്, രണ്ടാമത് യു എന്ന സബ്ജക്റ്റിനെ. അപ്പോൾ സബ്ജക്റ്റ് നടുവിലാണ് കൊടുക്കേണ്ടതെന്ന് അർത്ഥം. മൂന്നാമത് വർബ് കൊടുത്തിട്ടുണ്ട്, ക്യാൻ യു സ്പീക്ക് അറബിക്. നാലാമത് നമുക്ക് എന്താ ആവശ്യമെങ്കിൽ ഇഷ്ടാനുസരണം ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഓർഡർ. ഈ ഓർഡറിൽ നമ്മൾ ചോദിക്കുമ്പോൾ ആ ആൾക്ക് ഏതാണോ സബ്ജക്റ്റ് കൊടുത്തത് ആ വിഷയം കഴിയുമോ എന്നുള്ള ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ സെൻറ്റൻസിനെ മാറ്റാൻ കഴിയും. കുറച്ച് ഏതാനും ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്യാൻ ഷീ സിംഗ്, അവൾക്ക് പാടാൻ കഴിയുമോ? ക്യാൻ ഹീ ഡ്രൈവ് കാർ, അവന് കാർ ഓടിക്കാൻ കഴിയുമോ? ഇനി നമ്മൾ ബസ്സാണ് കൊടുക്കണമെങ്കിൽ ക്യാൻ ഹീ ഡ്രൈവ് ബസ്, അവന് ബസ് ഓടിക്കാൻ കഴിയുമോ? ക്യാൻ ഹീ ഡ്രൈവ് കാർ ആൻഡ് ബസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവന് കാറും ബസ്സും ഓടിക്കാൻ കഴിയുമോ എന്നുള്ള അർത്ഥം കിട്ടും. ക്യാൻ മദർ മേക്ക് ബിരിയാണി, ഉമ്മാക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുമോ? മാതാവിന് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയുമോ? ഇവിടെ ക്യാൻ എന്നുള്ള ചോദ്യവാക്ക് നമ്മൾ ആദ്യം കൊടുത്തു, ഇത് ഓക്സിലറിയാണ്. അതൊക്കെ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇപ്പം നമ്മൾ ക്യാൻ എന്നുള്ള വാക്കിനെ ആദ്യം വെച്ചു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും ലളിതമായി മദർ ആർക്ക് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഉമ്മാക്ക് അല്ലെങ്കിൽ മാതാവിനെ എന്നുള്ളതാണ്. അപ്പോൾ മദർ എന്നുള്ളത് ഇവിടെ നടുവിൽ വെച്ചിട്ടുണ്ട്. മൂന്നാമത് വർബ് വെച്ചിട്ടുണ്ട് മേക്ക്. മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ക്യാൻ മദർ മേക്ക്, ഉമ്മാക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് അർത്ഥം. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് വെച്ചെങ്കിൽ നാലാമത് നമുക്ക് ചോദിക്കാം, ക്യാൻ മദർ മേക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് കേക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ്. ഈ രൂപത്തിൽ നമുക്ക് വളരെ സിമ്പിളായി ലളിതമായിട്ട് വാക്കുകളെ മാറ്റിമറിച്ച് വ്യത്യസ്തമായ ആശയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ക്യാൻ ഐ ടീച്ച് യു വെൽ, എനിക്ക് നിങ്ങളെ നന്നായി പഠിപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ് അർത്ഥം. ക്യാൻ യൂസുഫ് റൺ, യൂസുഫിന് ഓടാൻ കഴിയുമോ? ക്യാൻ സാജിദ് ആൻഡ് അനീസ് വാക്ക്, സാജിദിനും അനീസിനും നടക്കാൻ കഴിയുമോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അത് നിങ്ങൾ പരമാവധി, ഇന്നലെ ഞാൻ 100 പ്രാവശ്യമാണ് പറഞ്ഞത് എങ്കിൽ എത്ര പ്രാവശ്യമാണോ നിങ്ങൾക്ക് കഴിയുക എങ്കിൽ അത്ര പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ഇത് നോട്ടായിട്ട് എഴുതി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വ്യത്യസ്തമായ വിഷയത്തിലുള്ള പാഠങ്ങൾ നമുക്ക് പകർന്നു തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം തന്നെയാണ്. എക്സലൻസ് ഈസ് നത്തിങ് ബട്ട് 10,000 hours ഓഫ് ഹാർഡ് വർക്ക് എന്നാണ്. ഒരു വിഷയത്തിലുള്ള വൈദഗ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിലുള്ള 10,000 മണിക്കൂർ പരിശ്രമമാണ്. പക്ഷേ അങ്ങനെ 10,000 മണിക്കൂറൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിൽ ലോകത്തിലെ തന്നെ ഒന്നാമതാകുമെന്നാണ്. ഏതായാലും ഈ പാഠം നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും നോട്ട് എഴുതി വെച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണെന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം.